ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം നമ്മൾ B1 B2 വിഷയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പുതിയ വീഡിയോയായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. പക്ഷെ ഇന്ന് വന്നിരിക്കുന്ന ഒരു വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ്. അതായത് B1 B2 വിസ അല്ലെങ്കിൽ ഒരു നോൺ ഇമിഗ്രൻറ്റ് വിസ ഇൻ്റർവ്യൂ വെയ്വർ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വിസ കൊണ്ട് ഡ്രോപ്പ് ബോക്സിൽ ഇട്ടിട്ട് ഡ്രോപ്പ് ബോക്സ് വഴി നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തിരിച്ചു കിട്ടുന്നത്. സാധാരണ ഇത് റിന്യൂവലിനും ഒക്കെയാണ് നമുക്ക് ചെയ്യുന്നത്. പക്ഷേ പല രാജ്യങ്ങളിലും ഇപ്പോൾ US കോൺസുലർ ഒഫീഷ്യൽസ് നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് പ്രീവിയസ്ലി ഒരു US വിസ ഇഷ്യൂഡ് ആയിട്ടുണ്ടെങ്കിൽ, അത് എക്സ്പയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, എക്സ്പയർ ആയി കുറച്ച് നാളെ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിസ തന്നെ നമുക്ക് ആ വിസ നമ്മുടെ ഉള്ള പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് B1 B2 വിസയിലേക്ക് ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക, DS-160 ഫയൽ ചെയ്യുക, അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. അപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഡ്രോപ്പ് ബോക്സ് അപ്പോയിൻമെൻ്റ് ആണ്, നമുക്ക് ഇൻ്റർവ്യൂ ഇല്ല. നമ്മൾ ചെല്ലുക, നമ്മുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. വിത്തിൻ ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് പാസ്പോർട്ടിൽ B1 B2 വിസ സ്റ്റാമ്പ് ചെയ്ത് വരും. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു C1D വിസയുണ്ട്. C1D വിസ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോൺ ഇമിഗ്രൻറ്റ് വിസ അല്ലെങ്കിൽ ഇമിഗ്രൻറ്റ് വിസ ഉണ്ടെന്ന് വെച്ചുള്ളൂ. ആ വിസ എക്സ്പയർ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് USA വിസിറ്റർ വിസ അല്ലെങ്കിൽ B1 B2 വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിസ നിങ്ങൾക്ക് വേറെ ഒരു ഇൻ്റർവ്യൂ രണ്ടാമത് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരെ DS-160 ഫില്ല് ചെയ്യുക, വിസ ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്രോപ്പ് ബോക്സ്, അതായത് അപ്പോയിൻമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ആ എംബസി ചൂസ് ചെയ്യുക, എംബസിയിൽ ചെല്ലുക, പാസ്പോർട്ട് അവിടെ കൊടുക്കുക, തിരിച്ചു പോരുക. അതൊരു നടക്കുന്നത് ഈ പറഞ്ഞ VACയിലായിരിക്കും, ഈ പറഞ്ഞ പോലെ BMS സെൻറ്ററിലായിരിക്കും നടക്കുന്നത്. അത് ഈ പറഞ്ഞ എല്ലാ എംബസികളുള്ള സ്ഥലത്തും ഇതുണ്ടല്ലോ. ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ ആൻഡ് അപ്പം ഈ എംബസികളുള്ള സ്ഥലത്തെല്ലാം ഈ VACയും അവൈലബിൾ ആണ്. അപ്പം ഈ ഇൻ്റർവ്യൂ വെയ്വർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ കാര്യം, നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത്, അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ഫസ്റ്റ്, അതായത് സ്റ്റാർട്ട് ആൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുമല്ലോ. ആ ഫേസിൽ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിക്കും, ആർ യു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ എ ലോഫുൾ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഒരു പെർമനൻറ്റ് റെസിഡൻ്റ് ആണോ അല്ലെങ്കിൽ ഒരു പൗരനാണോ എന്ന് ചോദിക്കും. അതിൽ നമ്മൾ യെസ് കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് പറയുന്നത്, ഡു യു ഹാവ് എ പ്രീവിയസ് US വിസ ഇൻ എനി വിസ ക്ലാസ് എക്സെപ്റ്റ് B1 B2 ഓർ B2 issued on or after your 14th birthday? 14 വയസ്സിന് കഴിഞ്ഞോ 14 വയസ്സിലോ നിങ്ങൾക്ക് B1 B2 വിസ അല്ലാതെ വേറെ ഏതെങ്കിലും US വിസ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് C1D വിസ ഉണ്ടെങ്കിൽ ഞാൻ യെസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈസ് യുവർ വിസ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ഈസ് യുവർ വിസ സ്റ്റിൽ വാലിഡ്? വിസ വാലിഡ് ആണോ എന്ന് ചോദിക്കുക. അപ്പം വാലിഡ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, വാലിഡ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുക്കുമ്പോഴേക്കും വേറെ ബാക്കി ഉപചോദ്യങ്ങൾ വരും. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, ഡിഡ് യുവർ പ്രീവിയസ് വിസ എക്സെപ്റ്റ് B1 B2 or B1 or B2 എക്സ്പയർ വിത്തിൻ ദ ലാസ്റ്റ് 48 months? അവസാന 4 വർഷത്തിനുള്ളിലാണോ നിങ്ങളുടെ B1 B2 ഈ പറഞ്ഞ വിസ എക്സ്പയർ ആയിരിക്കുന്നത്? അപ്പോൾ ചോദിക്കുക, 48 മാസം കഴിയുന്നതിന് 7 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ ഇൻ്റർവ്യൂ വെയ്വർ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ എലിജിബിൾ ആകത്തുള്ളൂ. 48 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വാസ് യുവർ മോസ്റ്റ് റീസെൻറ്റ് വിസ ലോസ്റ്റ്, സ്റ്റോളൻ, ക്യാൻസൽഡ്, റിവോക്ഡ് ഓർ മാർക്ക്ഡ് CWOP? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ, എക്സ്പയർ ആയിട്ടുണ്ടോ, അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ യെസ് ഓർ നോ കൊടുക്കുക. അടുത്ത ചോദ്യം, ഹാവ് യു ബീൻ റെഫ്യൂസ്ഡ് എ US വിസ വിത്തിൻ ദ ലാസ്റ്റ് 48 months? 4 വർഷത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിസ റിജക്ഷൻ വന്നിട്ടുണ്ടോ, വിസ റെഫ്യൂസ് ചെയ്തിട്ടുണ്ടോ, ആപ്ലിക്കേഷൻ ഇൻ്റർവ്യൂ നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുണ്ടോ? യെസ് നോ കൊടുക്കുക. അടുത്ത ചോദ്യം, ഡിഡ് യുവർ മോസ്റ്റ് റീസെൻറ്റ് ആപ്ലിക്കേഷൻ റിസൾട്ട് ഇൻ യു ബീയിങ് ഇഷ്യൂഡ് ദ വിസ? അവസാനത്തെ വിസ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്തോ എന്നുള്ള ചോദ്യമാണ്. ഇത് ഏതായാലും യെസ് ഓർ നോ കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിലെല്ലാം നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺഗ്രാറ്റുലേഷൻസ്, യു ക്വാളിഫൈ ഫോർ ദ ഇൻ്റർവ്യൂ വേവർ. You will need to schedule an appointment to visit a document drop-off location to submit your documents. But you do not need to schedule a visa interview at the US Embassy or Consulate. There are two options. In order to verify if you qualify for emergency appointment, click interview and check qualify. Emergency appointment വേണ്ടവർക്ക് ഇൻ്റർവ്യൂ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഓഫിൽ മുമ്പോട്ട് പോകാം. ഈ ഡ്രോപ്പ് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രോപ്പ് ഓഫിൻ്റെ ഡേറ്റ്സ് എപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. ഡ്രോപ്പ് ഓഫ് ഉള്ളവർക്ക് നമ്മൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റിന് വേണ്ടിയിട്ട് വേറെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോയിൻമെൻറ്റ് ഡേറ്റ് റെഡിലി അവൈലബിൾ ആണ്. സോ ഇതാണ് ഇൻ്റർവ്യൂ വേവർ. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ആദ്യ വർഷം കാണിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് കാണുക. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കും. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.